Assalamualaikum guys, IR Techniques YouTube ചാനലിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് പ്രൊഡക്റ്റ് ആയിട്ടാണ്, അഥവാ HW22 Pro അതുപോലെ തന്നെ HW22 Plus. രണ്ടും HW സീരീസ് വരുന്ന നല്ല അടിപൊളി മോഡലാണ്. അപ്പോൾ രണ്ട് മോഡൽ ഞാൻ പരിചയപ്പെടുത്തിയ VS ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് HW22 Pro അതുപോലെ തന്നെ HW22 Plus. ഇതാണ് ഈ രണ്ട് വാച്ചിൻ്റെയും ബോക്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റ് കളറും ബോക്സിലാണ് രണ്ട് വാച്ചുകളും വരുന്നത്. നമുക്ക് ഫസ്റ്റ് ടൈം HW22 Proയുടെ ബോക്സ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ബോക്സിൽ നമുക്ക് കാണാൻ പറ്റും HW22 Pro നെറ്റ് മുകളിൽ എഴുതിയതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 5 വാച്ച് ഫേസും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ഓപ്ഷൻ ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു വാച്ചിൻ്റെ ഒരു മോഡൽ നമുക്ക് ഇതിൻ്റെ ഫേസിൽ കാണാൻ പറ്റും. ദെൻ സൈഡ് ഭാഗത്ത് വയർലെസ് ചാർജർ എന്നവർ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മറുഭാഗത്ത് സീരീസ് 6 സ്പേസ് അലൂമിനിയം കേസ് 44mm എന്നുണ്ട്. അപ്പോൾ സെയിം എയ്ത്ത് തന്നെ മറുഭാഗത്ത് അപ്പുറത്തും വരുന്നുണ്ട്. ദെൻ ബാക്ക് ഭാഗത്ത് വരുന്നത് ഈ ഒരു വാച്ചിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. മെയ്ഡ് ഇൻ ചൈന ഒന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വാച്ചിൻ്റെ HW22 Pro എന്ന ഈ ഒരു വാച്ചിൻ്റെ ബോക്സിൽ കാണാൻ പറ്റും. ദെൻ നമുക്ക് HW22 Plus ഒന്ന് പരിചയപ്പെടാം. ബ്ലാക്ക് കളർ തന്നെ ഒരു ബോക്സാണ്. അതുപോലെ തന്നെ HW22 Plus എന്ന് എഴുതിയിട്ടുണ്ട്. വെയർ ഫിറ്റ് പ്രോ എന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് മെനു സ്റ്റൈൽ ഒരു വയർലെസ് ചാർജർ ഓപ്ഷനാണ് വരുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് വാച്ചും വയർലെസ് ചാർജറാണ്. HW22 Proയും വയർലെസ് ചാർജറാണ്. അതിൻ്റെ സൈഡിൽ നമുക്ക് HW22 Plus ബ്ലാക്ക് അലൂമിനിയം കേസ് അതുപോലെ തന്നെ ബ്ലാക്ക് ബാൻഡ് സ്പോർട്ട് ബാൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് 44mm സ്മാർട്ട് വാച്ച് വയർലെസ് ചാർജിങ്. ഇത്രയാണ് ഈ ഒരു വാച്ചിൻ്റെ സൈഡിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പുറകിൽ വരുന്നത് കുറച്ച് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. സ്മാർട്ട് വാച്ചാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.2 വരുന്നുണ്ട്. 128 MB കാണിക്കുന്നു. 1.7 ഇഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് iOS കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ QR കോഡ് സ്കാനർ ഉണ്ട്, അഥവാ വെയർ ഫിറ്റ് പ്രോ എന്ന ആപ്ലിക്കേഷൻ്റെ സ്കാനർ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബോക്സിൽ HW22 Plusൻ്റെ ബോക്സിൽ വരുന്നത്. നമുക്ക് രണ്ടും VS ഡിഫറെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അതുപോലെ നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് HW22 Proൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ പറ്റുന്നത് ബ്ലാക്ക് കളറിൽ. പിന്നെ സ്മാർട്ട് വാച്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യേണ്ട രീതി നമുക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HW22 Plusൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. സെയിം തന്നെയാണ്. ഫസ്റ്റ് ടൈം നമുക്ക് യൂസിങ് മാനുവൽ കാണാൻ പറ്റും. HW22 Proയുടെ യൂസിങ് മാനുവൽ അതിൻ്റെ അകത്താണ് വരുന്നത്, ഫ്രണ്ടിൽ തന്നെ കാണിക്കുന്നുണ്ട്. ദെൻ അത് എടുത്തു പറയാനുള്ളത് സെയിം ഒരു ഡിസൈനിൽ വരുന്ന ഒരു ഡിവൈസ് സെപ്പറേറ്റും അതുപോലെ തന്നെ സ്ട്രാപ്പ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ സെയിം ഒരു സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യുന്ന ഒരു രീതി രണ്ടിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡിവൈസും സ്ട്രാപ്പും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത്. രണ്ട് മോഡലും സെയിം മോഡലായിട്ടാണ് വരുന്നത്. അപ്പോൾ ബോക്സും കാര്യങ്ങളൊക്കെ ഒരു ഏകദേശം സെയിമിലാണ്. ചെറിയൊരു ചേഞ്ച് എന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് HW22 Proയുടെ സ്ട്രാപ്പ് ഒന്ന് പരിചയപ്പെടാം. സിലിക്കണ്ട സ്ട്രാപ്പാണ് വാച്ചിൻ്റെ ബോക്സിൽ വരുന്നത്. ഞാനിവിടെ സിൽവർ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ വൈറ്റ് കളർ വരുന്ന സ്ട്രാപ്പാണ് വരുന്നത്. ദെൻ നമുക്ക് ഡിവൈസ് കാണാൻ പറ്റും. ഡിവൈസ് ഒരു സ്ക്രീൻ പ്രൊട്ടക്ഷന് വേണ്ടി ജസ്റ്റ് ഒരു ഗ്ലാസ് കവർ കൊണ്ട് ഒരു കവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ കവർ റിമൂവ് ചെയ്യുന്നു. ഇതാണ് ഡിവൈസ്. നമുക്ക് ഡിവൈസ് പരിചയപ്പെടാം. അതിന് മുന്നേ നമുക്ക് മറ്റുള്ള ഇതിൻ്റെ വയർലെസ് ചാർജറൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ വയർലെസ് ചാർജറാണ്. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന വയർലെസ് ചാർജർ. അപ്പോൾ സിമ്പിളായിട്ട് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് HW22 Proയിൽ വരുന്നത്. സെയിം ഒരു മെത്തേഡ് തന്നെയാണ് HW22 Plusലും വരുന്നത്. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാബിൾ തന്നെയാണ് കൂടെ വരുന്നത്. നമുക്കിതൊന്ന് സ്കിപ്പ് ചെയ്യാം. then നമുക്ക് HW22 Plus ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ആ ഒരു സ്ട്രാപ്പ് ഒന്ന് എടുക്കാം. സിലിക്കണ്ട സ്ട്രാപ്പാണ്. സെയിം സിലിക്കണ്ട ഒരു സ്ട്രാപ്പാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രാപ്പ് തന്നെയാണ് ഈ ഒരു രണ്ട് മോഡൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ നമുക്ക് ഡിവൈസാണ് വരുന്നത്. അതുപോലെ തന്നെ HW22 വെയർ ഫിറ്റ് പ്രോ എന്ന ഒരു കവർ കൊണ്ട് അവർ ജസ്റ്റ് പ്രൊട്ടക്ഷന് വേണ്ടി ഒരു കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നു. ദെൻ നമുക്ക് ഇതിൻ്റെയും വയർലെസ് ചാർജർ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഇതിൻ്റെ കൂടെ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് കേബിൾ തന്നെയാണ് ഈ രണ്ട് മോഡലിന് വരുന്നത്. അപ്പോൾ വയർലെസ് ചാർജർ ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ രണ്ട് മോഡലിന് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ രണ്ട് വാച്ചിൻ്റെ ഈ ബോക്സ് ഒന്ന് മാറ്റി വെക്കും. നമുക്ക് ഡിവൈസ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. ഇതിനായിട്ട് രണ്ട് ഡിവൈസുകൾ ഞാൻ എടുക്കുന്നുണ്ട്. ജസ്റ്റ് ബോക്സ് വെക്കുന്നത് ഈ ഒരു ഭാഗത്ത് HW22 Proയും മറ്റു ഭാഗത്ത് പ്ലസും ചെയ്യുന്നത്. വീഡിയോയിലേക്ക് മാറാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്.
പിന്നെ HW22 പ്ലസിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് കവർ ഞാൻ റിമൂവ് ചെയ്തു. അപ്പോൾ ഗൈസ് ഇതാണ് ഡിവൈസ് വരുന്നത്. അപ്പോൾ കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഫിനിഷിങ്ങിൽ വരുന്ന ഒരു മോഡൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ HW22 പ്രോയിലെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ജസ്റ്റ് സ്ക്രീൻ ഗാർഡ് വെച്ചിട്ടുണ്ടാവും. ആ സ്ക്രീൻ ഗാർഡും നമുക്ക് റിമൂവ് ചെയ്യാം. ഈ രണ്ട് വാച്ചുകളും 44 mm വരുന്ന സ്മാർട്ട് വാച്ചുകളാണ്. രണ്ടും 44 mm ആണ്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് ഭാഗം വരുന്നത് അലൂമിനിയം കേസാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു കാണാൻ തന്നെ നല്ല ഭംഗി കിട്ടും. ഇനി നമുക്കിതിൻ്റെ ജസ്റ്റ് ബോഡിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. രണ്ടും 44 mm ആണ്. ഇത് നമുക്ക് സൈഡ് ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ രണ്ടും സെയിം ആണ്. ഒരു സ്ക്രോളിംഗ് ഓപ്ഷനുള്ള പവർ ബട്ടനാണ് രണ്ട് വാച്ചിനും വരുന്നത്. HW22 പ്രോയ്ക്കും പ്ലസിനും വരുന്നത്. ഇതിന് തൊട്ടടിയിൽ നമുക്കൊരു മൈക്കിൻ്റെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ നേരെ അടിയിലായിട്ട് പവർ ബട്ടനാണ് വരുന്നത്. രണ്ടും പവർ ബട്ടൺ, രണ്ടും വർക്കിംഗ് ഉള്ള ടോട്ടൽ ഡബിൾ ബട്ടൺ മോഡലാണ് ഈ HW22 പ്രോയിനും പ്ലസിനും വരുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് സ്ട്രാപ്പ് നമ്മൾ ഫില്ല് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ മറുഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു സ്പീക്കറിൻ്റെ ഒരു ഗ്യാപ്പാണ്. അപ്പോൾ നമുക്ക് പെയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വാച്ചിൽ തന്നെ കേൾക്കാൻ പറ്റും. ബാക്ക് ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ വയർലെസ് ചാർജറിൻ്റെ ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ തന്നെ സെൻസറും കാര്യങ്ങളാണ് ബാക്കിൽ വരുന്നത്. നമുക്ക് സെൻസറിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് എല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. അതുപോലെ തന്നെ എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആണ് രണ്ടിനും വരുന്നത്. എഡ്ജ് ടു എഡ്ജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നുള്ള ഒരു കാഴ്ചയിൽ നല്ല ഭംഗി നൽകുന്ന ഒരു മോഡലാണ് എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ. അതുപോലെ തന്നെ എമോൾഡ് ഡിസ്പ്ലേയും കൂടിയാണ് HW22 പ്ലസിലും പ്രോയിലും വരുന്നത്. എമോൾഡ് ആണ്. ഇനി ജസ്റ്റ് ഒന്ന് പവർ ഓൺ ആക്കാം. HW22 പ്രോയിൽ നമുക്ക് ഹലോ എന്ന് കാണിക്കുന്നുണ്ട്. ആപ്പിൾ വാച്ചിലേക്ക് വരുമ്പോൾ ഓൺ ആക്കുന്ന പോലത്തെ ഹലോ എന്നുള്ള ഒരു എയ്ത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ 22 പ്ലസ് ഡയറക്റ്റ് വാച്ച് ഫേസ് ആണ് കാണിക്കുന്നത്. നേരെ ഓൺ ആയി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. HW22 പ്ലസ്സിൽ അങ്ങനെ ഓപ്ഷനാണ് വരുന്നത്. അപ്പം ഇതാണ് ഈ രണ്ട് വാച്ചും. ഞാൻ HW22 പ്രോയിൽ ചെറിയ ബ്രൈറ്റ്നെസ് കുറവാണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടാം. അപ്പം ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വാച്ച് ഫേസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് വാച്ച് ഫേസും കാര്യങ്ങളും HW22 പ്രോയിലും അതുപോലെ തന്നെ പ്ലസ്സിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വാച്ച് ഫേസ് നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. ഇതുപോലത്തെ വാച്ച് ഫേസും ജസ്റ്റ് ഒന്ന് എല്ലാ വാച്ച് ഫേസും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം. 22 പ്ലസ്സിൽ വരുന്നത് ഏകദേശം 20ഓളം വരുന്ന വാച്ച് ഫേസ് നമുക്ക് HW22 പ്ലസ്സിൽ നമുക്ക് കാണാൻ പറ്റും. സീരീസ് 7ൻ്റെ മുകളിലെ ഫേസാണ്. അതായത് നല്ല ഇതിൻ്റെ ഈ ആനിമേഷൻ വരുന്ന നല്ല മോഡലൊക്കെയാണ് ഈ ഒരു പേരിൽ വരുന്നത്. അതുപോലെ തന്നെ HW22 പ്രോയിൽ വരുന്നത് ഏകദേശം 40ഓളം വരുന്ന വാച്ച് ഫേസ് നമുക്ക് HW22 പ്രോയിൽ അവൈലബിൾ. അപ്പോൾ ഒരുപാട് വാച്ച് ഫേസ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈവ് വാച്ച് ഫേസ് ആണ് ഇതിൽ വരുന്നുണ്ട്. ആ ലൈവ് വാച്ച് ഫേസൊക്കെ നമുക്ക് പക്ക ക്ലാരിറ്റിയുള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോ ഈ രണ്ട് വാച്ചിലേക്കും ആഡ് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടെ. ഒന്ന് RD-Fit ആണ് HW22 പ്രോക്ക്, പ്ലസ്സിന് വരുന്നത് വെയർ ഫിറ്റ് പ്രോ എന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതുപോലെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ രണ്ട് കൺട്രോൾ സെൻറ്റർ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ട് കൺട്രോൾ സെൻറ്റർ. HW22 പ്ലസ്സിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഐഫോണിലൊക്കെ വരുന്ന പോലത്തെ ഒരു മോഡൽ വരുന്നതാണ്. ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻ. അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ കൗണ്ടും കാര്യങ്ങളൊക്കെ 22 പ്ലസ്സിൽ കാണിക്കുന്നുണ്ട്. പ്രോയിൽ കൗണ്ട് കാണിക്കുന്നില്ല, കട്ടായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സെറ്റിങ്സിക്ക് ഡയറക്റ്റ് പോകാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇതിൽ. അതുപോലെ തന്നെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺലോക്ക് ആകാൻ കാണാൻ പറ്റും 22 പ്ലസ്സിൽ. ദെൻ 22 പ്രോയിൽ നമുക്ക് കാണാൻ പറ്റും റൈസ് ടു വേക്കപ്പ് നേരെ പോകാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ മെനു സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ടോർച്ചിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ദെൻ നമുക്ക് പവർ സേവ് മോഡ് ഉണ്ട്. അതുപോലെ തന്നെ വാച്ചുമായി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. റൈസ് ടു വേക്കപ്പ് രണ്ട് വാച്ചിനും അവൈലബിൾ ആണ്. പക്ക ഫാസ്റ്റ് ആയിട്ടുള്ള റൈസ് ടു വേക്കപ്പാണ് ഈ രണ്ട് വാച്ചിനും വരുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ മെയിൻ കൺട്രോൾ സെൻറ്റർ നമുക്ക് എടുത്തു പറയാനും കാണിക്കാനുമുള്ളത്. ദെൻ അടിയിൽ നിന്ന് മുകൾക്ക് പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ആണ്. രണ്ട് വാച്ചിനും നോട്ടിഫിക്കേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ആപ്ലിക്കേഷൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഇതിൽ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വാച്ച് ഫീസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് വാച്ച് ഫീസ് രണ്ട് വാച്ചിന് വരുന്നുണ്ട്. അപ്പം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മോഡലും കൂടിയാണ്. ബെറ്റർ ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും പല വാച്ച് ഫീസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാം. ദെൻ ഇതിൻ്റെ മെനു സ്റ്റൈൽ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ടൈം നമുക്ക് സ്മാർട്ട് സ്റ്റൈലാണ്. HW22 പ്ലസിൻ്റെ പക്ക സ്മൂത്തിൽ വരുന്ന ഒരു നല്ല അടിപൊളി സ്മൂത്തിൽ വരുന്ന ഒരു സ്മാർട്ട് സ്റ്റൈലാണ് HW22 പ്ലസ്സിൽ. അതുപോലെ തന്നെ 22 പ്രോയിൽ എന്നിരുന്നാലും ബെറ്റർ അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. നല്ലൊരു സ്മൂത്തും കാര്യങ്ങളും വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോഡലായിട്ടുള്ള ഒരു മെനു സ്റ്റൈൽ സ്മാർട്ട് സ്റ്റൈലാണ് വരുന്നത്. അപ്പോൾ രണ്ടും നല്ല അടിപൊളി സ്മാർട്ട് സ്റ്റൈൽ തന്നെയാണ്.
അതുപോലെ തന്നെ മറ്റൊരു 6 ആപ്പ് മോഡലാണ് ഞാൻ കാണിച്ചത് HW22 പ്ലസ്സിൽ ഇതുപോലത്തെ. അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മെനുസിൽ നമുക്ക് മാറുന്നത് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാറാൻ പറ്റും. സെയിം HW22 പ്രോയിലും ഇതേ ഒരു ഫേസ് വരുന്നുണ്ട്, മെനു സ്റ്റൈൽ വരുന്നുണ്ട്. അപ്പോൾ തന്നെ ലിസ്റ്റ് മോഡൽ വരുന്ന മറ്റൊരു മെനു സ്റ്റൈലാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതുപോലെ 9 ഗേഡ്. അപ്പോൾ HW22 പ്രോയിൽ ഏകദേശം 5 മെനു സ്റ്റൈൽ വരുന്നുണ്ട്. പക്ഷേ HW22 പ്ലസ്സിൽ ആകെ 3 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ HW22 പ്രോയിൽ വരുന്ന ഫുൾ മെനു സ്റ്റൈൽ ഒന്ന് കാണിച്ചു തരാം. ഇത് നല്ല ഡിഫറെൻ്റ് ആയിട്ടൊരു മോഡലാണ്, നല്ല അടിപൊളിയായിട്ടുള്ള, ഇതുവരെ ഒരു വാച്ചിലും വരാത്തൊരു മോഡലും കൂടിയാണ് HW22 പ്രോയിൽ അവർ ഈ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫേസ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫേസും കാര്യങ്ങളൊക്കെ രണ്ടിലും വരുന്നുണ്ട്. അതുപോലെ 9 ആപ്പ് ഗൈഡ് പറഞ്ഞാൽ 9 ആപ്സ് വരുന്ന 9 ആപ്ലിക്കേഷൻസ് ഒരുമിച്ച് വരുന്ന ഒരു മെനു സ്റ്റൈലാണ് ഈ കാണുന്നത്. HW മെനു സ്റ്റൈൽ കൂടുതൽ താല്പര്യമുള്ളവർക്ക് HW22 പ്രോയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ HW22 പ്ലസ് അതിലേറെ പ്രൈസ് ഒന്നുകൂടെ കൂടിയ മോഡലും കൂടിയാണ്, ഒന്നുകൂടെ സ്മൂത്തും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഡിസ്പ്ലേക്ക് ഒന്നുകൂടെ ബെറ്റർ ആകുന്നുണ്ട് HW22 പ്ലസ്സിൽ. രണ്ടും സെയിം തന്നെയാണ്, ചെറിയ ഡിഫറൻറ്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ. ഒന്ന് സീരീസ് 6ഉം ഒന്ന് സീരീസ് 7 വരെ അവൈലബിൾ ആവുന്ന വാച്ച് ഫീസും കാര്യങ്ങളൊക്കെ HW22 പ്ലസ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജസ്റ്റ് ഹാർട്ട് ബീറ്റ് സ്പോട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൻസർ വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. 22 പ്ലസ്സിൽ ആ ഒരു സമയത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻസർ വർക്ക് ചെയ്യുള്ളൂ. 22 പ്ലസ്സിൽ കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കൈ വെക്കണം, കൈ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് സെൻസർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലെ സെൻസർ പച്ച കളറിൽ വരുന്ന ഒരു സെൻസറാണ് വരുന്നത്. 22 പ്രോയിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു 99 നമുക്ക് പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്മാർട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാം. ഹാർട്ട് റേറ്റ്, സ്പോറ്റും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ രണ്ട് വാച്ചിൻ്റെ സെറ്റിങ്സ് ഒന്ന് പരിചയപ്പെടുത്തി കാണിച്ചു തരാം. സെറ്റിങ്സ് നല്ലൊരു മോഡൽ. കൂടുതൽ സെറ്റിങ്സ് വരുന്നത് HW22 പ്രോയിലാണ് കൂടുതൽ സെറ്റിങ്സ്. പക്ഷേ HW22 പ്ലസിൽ കുറഞ്ഞ സെറ്റിങ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. HW22 പ്രോയുടെ സെറ്റിങ്സ് ആണ്. അതായത് ബീറ്റിങ് കാര്യങ്ങൾ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്, അബൌട്ട് റീസെറ്റ് കാര്യങ്ങൾ. പക്ഷേ ഡീപ്പായിട്ടുള്ള ഒരു സെറ്റിങ്സ് വരുന്നത് HW22 പ്രോയിലാണ്. ഞാൻ ജസ്റ്റ് അബൌട്ട് എടുത്തൊന്ന് കാണിച്ചു തരാം. രണ്ടിൻ്റെയും അബൌട്ട് എടുത്തു കഴിഞ്ഞാൽ ഡിവൈസ് നെയിം കാണാൻ പറ്റും. HW22 പ്ലസ് എന്നിൽ നമുക്ക് പ്ലസ് എന്ന് തന്നെ എഴുതിയതായിട്ട് കാണാൻ പറ്റുക. പിന്നെ വേർഷൻ V5 വരുന്നുണ്ട്. അതുപോലെ HW22 പ്രോയിൽ നമുക്ക് HW22 പ്രോ ഈ ഒരു വാച്ചിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റിലീസിൻ്റെ ടൈമും കൂടെ നമുക്ക് അതിൽ കാണാൻ പറ്റും. HW22 പ്രോ അതാണ് ഒരു HW22 പ്രോയുടെ മെയിൻ പ്രത്യേകത നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ HW22 പ്ലസ് ആണ് ഒന്നുകൂടെ പക്ക സ്മൂത്തായിട്ട് വരുന്ന ടച്ച് വരുന്നത് HW22 പ്ലസ്സിലാണ്. ഇനി നമുക്ക് രണ്ട് വാച്ചിലേക്കും ജസ്റ്റ് ഒന്ന് സ്ട്രാപ്പ് ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. സ്ട്രാപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ്. സ്ട്രാപ്പ് 44 mm വരുന്ന സ്ട്രാപ്പാണ്. അപ്പം നമുക്ക് പുറത്തുനിന്ന് 44 mm വരുന്ന പല മോഡൽ നൈലോൺ സ്ട്രാപ്പ്, അതുപോലെ തന്നെ മാഗ്നറ്റിക് സ്ട്രാപ്പ്, അങ്ങനെ ഒരുപാട് മോഡൽ സ്ട്രാപ്പുകൾ അവൈലബിൾ ആണ്. നൈക്ക് എഡിഷനും 44 mm വരുന്ന എല്ലാ സ്ട്രാപ്സ് നമുക്ക് ഈ രണ്ട് മോഡൽസ് നമുക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 44 mm വരുന്ന വാച്ചും കൂടെയാണ് HW22 പ്രോയും പ്ലസും കാണാൻ പറ്റും. നല്ല അടിപൊളി രണ്ട് സ്മാർട്ട് വാച്ചാണ് HW22 പ്രോ ആണെങ്കിലും പ്ലസ് ആണെങ്കിലും. അപ്പം വാച്ച് ഫീസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓടിച്ചിട്ട് ഓൾറെഡി കാണിച്ചതാണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോക്കടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് വാച്ചിൻ്റെ ബൈ ലിങ്കാണ്. നമുക്ക് വാട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോൾ ചെയ്യരുത്. അത് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമ്മൾ റീപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സിമ്പിൾ പ്രൈസിലാണ് ഈ മോഡൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യക്കാർക്ക് ബന്ധപ്പെട്ട് ഡയറക്റ്റ് വാങ്ങാവുന്നതാണ്. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചെടുക്കും. അപ്പോൾ ആ കൊറിയറിൻ്റെ ഡീറ്റെയിൽസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു മോഡൽസ് എന്നില്ല, എല്ലാ പുതിയ വരുന്ന മോഡൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ദെൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയ സ്മാർട്ട് വാച്ചിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ജസ്റ്റ് സബ്സ്ക്രൈബ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ അപ്ഡേഷൻ വാച്ചുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പം താല്പര്യമുള്ളത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക. ദെൻ ഇതിൻ്റെ റൈസ് ടു വേക്കപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ റൈസ് ടു വേക്കപ്പ് രണ്ടും നല്ലൊരു ഫാസ്റ്റിൽ വരുന്ന റൈസ് ടു വേക്കപ്പ് തന്നെയാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. HW22 പ്ലസ് ആണ് ഒന്നുകൂടെ ബെറ്റർ, ജസ്റ്റ് ചെറിയൊരു മാറ്റമേ ഉള്ളൂ. എന്നാലും രണ്ടും നല്ല ഫാസ്റ്റായിട്ട് കിട്ടുന്ന വേക്കപ്പ് ഗെസ്റ്റർ തന്നെയാണ് രണ്ട് മോഡലിനും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു HW22 പ്ലസിനെ കുറിച്ചും പ്രോനെ കുറിച്ചും പറയാവുന്നത്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകാൻ സാധിക്കുക ഏതാണ് ബെറ്റർ എന്ന്. ചില ആളുകൾക്ക് മെനു സ്റ്റൈലേക്കാരം ഇഷ്ടപ്പെടുക ഓരോന്നിൻ്റെ, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാച്ച് ഫേസ് ഇഷ്ടപ്പെടുക. പല ആളുകളും പല താല്പര്യങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചോയ്സ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് ബെറ്റർ എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ചോയ്സ് ചെയ്ത് വാങ്ങാവുന്ന പ്രൊഡക്റ്റാണ്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഒരു ബ്രേക്ക്.